കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിൽ വൻ സ്ഫോടനം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിൽ ശരീര അവശിഷ്ടങ്ങൾ ചിതറിയ നിലയിൽ. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഒരു നടുപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ഫോടന വാർത്തയിലാണ് തുടങ്ങുന്നത്. ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? രേണുക, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത്. കണ്ണൂരുള്ള കണ്ണപുരം കീഴറ എന്ന സ്ഥലത്താണ് വാടക വീട്ടിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വാടക വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത്. ഈ ശബ്ദം കേട്ടാണ് പിന്നീട് പ്രദേശവാസികളടക്കം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നതും കണ്ണപുരം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവ സ്ഥലത്ത് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലുണ്ട് എന്നടക്കം ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വാടക വീടാണ്. ഈ വാടക വീട്ടിൽ 2 പേരാണ് താമസമെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്ന കാര്യം. കീഴറ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. എന്നാൽ ആ ഗ്രാമപ്രദേശമായിട്ട് കൂടി ഈ നാട്ടുകാർക്കൊന്നും ആ വാടക വീട്ടിൽ താമസിക്കുന്ന 2 പേരെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള വിവരവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 പേരാണ് ആ വാടക വീട്ടിൽ താമസിക്കുന്നത്. എന്നാൽ 2 പേരെയും തങ്ങൾ കാണാറില്ല എന്നാണ് പല നാട്ടുകാരും വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ 2 പേരുണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത്. അവർക്ക് എന്താണ് ജോലി എന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മറ്റു കാര്യങ്ങളോ മറ്റു വിവരങ്ങളൊന്നും തന്നെ തങ്ങൾക്കറിയില്ല എന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഈ പ്രദേശവാസികളടക്കം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രാത്രി 2 പേർ ബൈക്കിൽ വരുന്നു, പിന്നീട് ലൈറ്റ് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് കയറി പോകുന്നു. ഇത് മാത്രമാണ് അവിടെ തങ്ങൾ കാണുന്നത്. പകലൊന്നും തന്നെ ആ വാടക വീട്ടിൽ ആളനക്കമൊന്നും തന്നെ ഇല്ല എന്നും ഈ നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അതായത് ഈ സ്ഫോടനം ഉണ്ടായ സമയത്താണ് ബോംബ് നിർമ്മിക്കുന്ന ആളുകളാണ് എന്ന് തങ്ങൾക്ക് മനസ്സിലായത് എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ആ വീടാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 2 പേരായിരുന്നു ആ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. എന്നാൽ ആ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും തന്നെ നാട്ടുകാർക്ക് യാതൊരു തരത്തിലുമുള്ള വിവരവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ഈ ഒരു വീട്ടിൽ ഒരു സ്ഫോടന ശബ്ദമുണ്ടാകുന്നു. ആദ്യം പ്രദേശവാസികളൊക്കെ തന്നെ ഭയക്കുന്നു, എന്താണ് ശബ്ദം എന്ന് അറിയാത്ത ഒരു സാഹചര്യം. അതിനുശേഷമാണ് പിന്നീട് പുറത്തേക്ക് പോകുന്നതും ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നു. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തുന്നു. പിന്നീട് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുന്നു, പരിശോധന നടത്തുന്നു. ഇപ്പോൾ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി വരികയാണ് ചെയ്യുന്നത്. പ്രദേശത്തടക്കം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പോലീസിന്റെ പരിശോധന തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബോംബ് പൊട്ടി സ്ഫോടനം ഉണ്ടായ സമയത്താണ് ഈ വീട്ടിൽ ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾക്ക് അറിയുന്നത് എന്നും ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ ദുരൂഹത നിറഞ്ഞ ഏറെ ദുരൂഹത എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് ഈ സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അത് നാട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല. ആ വാടക വീട്ടിൽ 2 പേർ താമസിക്കുന്നുണ്ട്. എന്നാൽ ആ ആളുകൾ ആരാണെന്നറിയില്ല, അവരുടെ പേരെന്താ ണെന്നറിയില്ല, അവരെന്ത് ജോലി ചെയ്യുകയാണെന്നറിയില്ല. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്പെയർ പാർട്സ് നടത്തുന്ന കടയിലുള്ള 2 ആളുകളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന. സ്പെയർ പാർട്സ് കട നടത്തുന്ന കടയിൽ അല്ലെങ്കിൽ നടത്തുന്നവരാണ് ഇവരെന്നാണ് പോലീസ് ഇപ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസിന് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. വെറും സൂചന മാത്രമാണ്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളടക്കം തന്നെ കണ്ടെത്തേണ്ട സാഹചര്യം അടക്കമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇവരുടെ യഥാർത്ഥ സ്ഥലം എവിടെയാണ്, കണ്ണൂരിൽ ഉള്ളവർ തന്നെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ബോംബ് സ്ക്വാഡും അടക്കം പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പടക്കം ഉണ്ടാക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നും പോലീസ് ഇപ്പോൾ ഒരു സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ വിവരങ്ങളടക്കം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കാത്ത ഒരു
റിപ്പോർട്ട് മാത്രമാണ്, ഒരു സൂചന മാത്രമാണുള്ളത്. ഈ സൂചനയാണ് ഇപ്പോൾ 2 പേരുണ്ട്. അതിൽ പോലീസ് പറയുന്നത് ഒരാൾ മരണപ്പെട്ടു, ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നടക്കം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാം ഒരു സൂചന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പുലർച്ചെ 2 മണിയോടെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. 2 പേരാണ് ആ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. വാടക വീട്ടിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ പ്രദേശത്തുള്ള മറ്റു വീട്ടുകളിലേക്കടക്കം ഇതിന്റെ പ്രകമ്പനം ഉണ്ടാവുകയും വാതിൽ പൊളിയുക, ജനൽ പൊളിയുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് പിന്നീട് നാട്ടുകാരടക്കം തന്നെ ഈ സ്ഥലത്തെത്തുന്നതും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ഇപ്പോഴും ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി വരികയാണ്. രേണുക.